വീണ്ടും നമ്മൾ ആ സ്കൈ ഡൈനിങ് അപകടം നടന്ന സ്ഥലത്തേക്ക് പോകാൻ ഇടുക്കി ആനച്ചാലിലാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. വിനോദസഞ്ചാരികളെല്ലാം ഏറെ സമയമെടുത്താണെങ്കിലും തിരിച്ചിറക്കാൻ കഴിഞ്ഞു. 5 പേരാണ് കുടുങ്ങിക്കിടന്നത്. ആർക്കും പരിക്കുകളൊന്നുമില്ല. ഈ സ്കൈ ഡൈനിങ് പ്രവർത്തിക്കാൻ പഞ്ചായത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നതാണ് വിവരം. അപകടകരമായ രീതിയിൽ സ്കൈ ഡൈനിങ് നടത്തിയതിന് കരിമണ്ണൂർ സ്വദേശിയായ ഉടമയ്ക്കെതിരെ കേസെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ജെയിൻ എസ് രാജു സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ജെയിൻ, എല്ലാവരും അവരുടെ വീടുകളിലേക്കൊക്കെ മടങ്ങിപ്പോയോ? അവിടെ എന്തെങ്കിലും കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ടോ? പോലീസ് സ്ഥലത്തുണ്ടോ? ഈ ഉടമ അവിടെ എത്തി എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയുകയുണ്ടായോ? അധികൃതർ എന്തു പറയുന്നു? ദിവിഷ്, പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വിനോദസഞ്ചാരികൾ അവർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറോളമാണ് അവരിവിടെ കുടുങ്ങിക്കിടന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ആ ക്രെയിൻ സംവിധാനം. ഈ ക്രെയിൻ സംവിധാനത്തിൽ ഈ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ആ സമയത്ത് ഒരു സെൻസർ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ജീവനക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. സാധാരണ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജീവനക്കാരി ആ ഡൈനിങ്ങിൽ ഉണ്ടാകും. അവിടെ നിന്ന് വോക്കി ടോക്കി വഴി താഴത്ത് നിൽക്കുന്ന ഓപ്പറേറ്റർക്ക് വിവരം നൽകും. താഴത്ത് നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത്, അതായത് ഭക്ഷണം കഴിച്ച് ഈ വിനോദസഞ്ചാരികൾ അടങ്ങുന്ന സംഘത്തെ താഴത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിന്റെ സെൻസർ വർക്ക് ചെയ്തില്ല. അതല്ലെങ്കിൽ ഇത് താഴേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഈ ജീവനക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഏതാണ്ട് 3 മണിക്കൂറോളം അവർ ഈ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ ഈ വിവരം അവരെ അറിയിക്കാൻ വൈകി എന്നുള്ളതാണ്. ഒടുവിൽ സബ് കളക്ടർ ഓഫീസിൽ നിന്ന് ആണ് ഉള്ള വിവരം അറിയിച്ചതിന് അനുസരിച്ചാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയത്. ആ സമയത്ത് ഇവിടുത്തെ ജീവനക്കാർ തന്നെ ഇതുമായി ബന്ധിപ്പിക്കുന്ന റോപ്പ് സ്ഥാപിച്ചിരുന്നു. ആ റോപ്പ് വഴിയാണ് ഇപ്പോൾ ഈ വിനോദസഞ്ചാരികളെ താഴേക്ക് ഇറക്കിയത്. അതിൽ 2-4 വയസ്സുള്ള കുട്ടികൾ അടക്കമുള്ളവരുണ്ട്. അവരെ താഴേക്ക് സുരക്ഷിതരായി എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ജില്ലാ ഭരണകൂടമാണ് അത് നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും പരിശോധന ഉണ്ടാകും. എന്തായാലും പഞ്ചായത്ത് ഇതിന് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ഇതൊരു നിർമ്മാണ പ്രവൃത്തി അല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതില്ല എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ഒരു വിശദീകരണം. ഇനി സാധാരണ ഇത്തരം അഡ്വഞ്ചർ ടൂറിസം സംവിധാനങ്ങൾക്ക് അനുമതി നൽകേണ്ടത് അത് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ്. അവരുടെ അനുമതി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ അത്തരം ഒരു വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ഇതിന്റെ ജീവനക്കാരിയൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അവർ കൃത്യമായി ഈ വിനോദസഞ്ചാരികളെ അവർക്ക് ആത്മവിശ്വാസം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ജീവനക്കാരി നമ്മളോട് പറഞ്ഞത്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കുടുങ്ങിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്നാലേ താഴ്ത്തിറക്കാൻ കഴിയൂ എന്നത് തീർച്ചയായിട്ടും ഇത്തരം സംവിധാനങ്ങളുടെ പോരായ്മ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെയാണ് പ്രതികരണങ്ങളൊന്ന് കേട്ട ശേഷം വരാം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, 50 മീറ്റർ ഹൈറ്റിൽ ഒരു അച്ഛനും അമ്മയും 2 ചെറിയ കുട്ടികളും അവർ സ്ട്രക്കായിട്ട് മുകളിലെന്തോ ചെറിയ അതിൻ്റെ സെൻസറിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടാണ് സ്ട്രക്കായിട്ട് അവിടെ നിന്ന് പോയത്. നമ്മളറിഞ്ഞപ്പോൾ നമ്മളെത്തി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ചു ആണ്. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും അച്ചു ഈ റോപ്പിൽ കയറാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നു. ഫയർഫോഴ്സിന് ചെയ്യാനിത് അത് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അച്ചുവിൻ്റെ പ്രവൃത്തിയെ നമ്മൾ ഇതാക്കിക്കൊണ്ട് അച്ഛനെ തന്നെ മുകളിലേക്ക് വിടുകയും തുടർന്ന് നമ്മൾ പുറകെ കയറിയിട്ട് കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ടുവന്നു. മറ്റുള്ളവരെ സേഫ്റ്റി ഹാർനസ് ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ജെയിൻ തുടരുന്നുണ്ട്. ജെയിൻ, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ച അച്ചു അവിടെയുണ്ടോ? അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു? അദ്ദേഹമാണ് ആദ്യം ഒരു റോപ്പൊക്കെ ഇട്ട് രക്ഷാപ്രവർത്തനത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതെന്നാണ് പറയുന്നത്. ജെയിൻ, അയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം നമുക്ക് തിരക്കിയാൽ ഒരു പക്ഷേ അവിടെ കാണാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇതാണ് ഈ സ്കൈ ഡൈനിങ് സംവിധാനം എന്ന് പറയുന്നത്. ഈ സീറ്റിലേക്ക്, ആ സീറ്റ് എന്ന് പറയുന്നത് വളരെ ഈ അരികിലാണ്, അല്ലെങ്കിൽ വേറെ സംരക്ഷണമൊന്നും ഇല്ലാത്ത ഏറ്റവും അരികിലായിട്ടാണ് സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആളുകളെ അതിനകത്ത് ഇരുത്തുന്നത്. അതിനുശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അത് താഴേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്
ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളടക്കമുണ്ടായിരുന്നു. ആ കുട്ടികൾക്കൊന്നും യാതൊരു പരിക്കുമില്ലാതെ അല്ലെങ്കിൽ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയെങ്കിലും അവരെല്ലാം സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ റോപ്പ് നമുക്ക് കാണാൻ കഴിയും. ആ റോപ്പ് വഴിയാണ് ഈ 3 മുതിർന്നവരെയും 2 കുട്ടികളെയും അടങ്ങുന്ന 5 പേരെ പുറത്തേക്ക് എത്തിച്ചത്. ഇനി ഇതിൻ്റെ ഉടമയും അതോടൊപ്പം തന്നെ നടത്തിപ്പുകാരുമായിട്ടുള്ള ആളുകളുണ്ട്. അവർ എന്താണ് ഇതിനെ പറ്റി പറയുന്നത്, എന്ത് സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടത് അവരാണ്. അവരുടെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവിഷ്, ശരി. ജെയിനസ് രാജാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് അവിടുത്തെ ഒരു പ്രതികരണം കൂടിയുണ്ട്, അതിനുശേഷം. ഉച്ചയായപ്പോഴത്തേനായിരുന്നു. ഇന്നിപ്പോൾ അവർ 3ാമത്തെ ഗസ്റ്റ് ആയിരുന്നു. രാവിലെ തൊട്ട് തുടങ്ങിയാൽ 3ാമത്തവരായിരുന്നു അവർ കയറി ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങാൻ സമയമായപ്പോഴാണ് ഇത് സംഭവിച്ചത്. വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് അതിന്റെ സെൻസർ എന്തോ കംപ്ലൈന്റ് ആയി, അതുകൊണ്ട് അത് വർക്ക് ഇറക്കാൻ പറ്റിയില്ല. സാധാരണ ഇത് മുകളിൽ നിന്നാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതോ താഴത്തുനിന്ന്? ഇവിടെ താഴെ ക്രെയിനിൽ ഇരുന്ന് ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മേളിൽ നിന്ന് നമ്മൾ വോക്കി ടോക്കി വഴി സന്ദേശം കൊടുക്കും. ഇറങ്ങാൻ സമയമാകുമ്പോൾ താഴ്ത്തിക്കൊള്ളാൻ പറയുകയും അദ്ദേഹം അത് അതുപോലെ ചെയ്യുന്നത്. എന്താ നിങ്ങൾ ഈ സഞ്ചാരികളോട് പറഞ്ഞ ഒരു പാനിക് സിറ്റുവേഷൻ ആണല്ലോ? അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉറപ്പായും നമ്മളെ താഴെ എത്തിക്കും, സേഫായി തന്നെ താഴെ എത്തിക്കും. യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞു. നമുക്ക് അതിന് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു, ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത്. ശരി, എന്തായാലും ജീവനക്കാർ വേണ്ട ഉചിതമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ജെയിൻ, എത്ര ജീവൻ ഇപ്പോൾ ഒരു കുടുംബം ഈ സ്കൈ ഡൈനിങ്ങിന് വേണ്ടി കയറുമ്പോൾ അതിനോട് അവരെ അനുഗമിക്കാൻ എത്ര ജീവനക്കാരുണ്ടാകും? അവരെല്ലാവരും ഇതിൻ്റെ ഒരു കൃത്യമായ ട്രെയിനിങ് ഒക്കെ കിട്ടിയവരായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടുത്തലും പൂർത്തിയായത്. ഒരു ജീവനക്കാരെയാണ് ഈ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ മുകളിലേക്കുള്ള ആ ഡൈനിങ് സംവിധാനത്തിൽ ഉണ്ടാവുക. ഒരാൾ താഴത്തുണ്ടാകും, സേഫ്റ്റി ഓഫീസർ എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഓപ്പറേറ്റിംഗ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം ആ ക്രെയിനിൻ്റെ ലിവർ മുകളിലേക്ക് പൊക്കി വെച്ചിരിക്കുകയാണ്. അതിൽ കൊളുത്തിയിരിക്കുന്ന കേബിളുകൾ, അയൺ കേബിളുകളിലാണ് ഈ ഡൈനിങ് സംവിധാനം തൂങ്ങിക്കിടക്കുന്നത്. അത് താഴേക്ക് എത്തിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ലിവർ താഴത്തേക്ക് പോരുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇത് ആ റോപ്പിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് എത്രത്തോളം സുരക്ഷിതമാണ്, അത്തരം എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കൂ. ഇപ്പോൾ നമ്മൾ ഈ ജീവനക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ആളുകൾ എത്തുന്ന സമയത്ത് ഒരു ജീവനക്കാരി, അതായത് ഭക്ഷണം സെർവ് ചെയ്യുന്നതിനും ഒക്കെ അടക്കം ഒരു ജീവനക്കാരി ഈ വിനോദസഞ്ചാരികൾക്കൊപ്പം മുകളിലേക്ക് പോകും. അതിനുശേഷം അവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വോക്കി ടോക്കി ഉപയോഗിച്ചുകൊണ്ട് താഴത്ത് നിൽക്കുന്ന ഓപ്പറേറ്റർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുമ്പോൾ അവർ അത് ക്രെയിൻ സംവിധാനം താഴത്തേക്ക് എത്തിച്ച് ആളുകൾക്ക് സുരക്ഷിതമായി ഇറങ്ങാൻ ഉള്ള സംവിധാനം ഒരുക്കുന്നു എന്നുള്ള ആ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആളുകൾ അതിൻ്റെ അകത്ത് കയറിയിരുന്ന ആളുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഇത് താഴേക്ക് പോകുന്നില്ല, അത് അവിടെ സ്റ്റക്കായി ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതെന്തോ ഒരു സെൻസർ കംപ്ലൈൻ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ഇത്തരം സംവിധാനങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള തകരാറുകൾ ഉണ്ടാകാമെന്ന് തീർച്ചയായിട്ടും അതൊരു ഉറപ്പാണ്. കാരണം ഇത് സാങ്കേതികമായി തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികമായി പ്രവർത്തിക്കുന്ന ഒരു മെഷീനറി ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തകരാറുണ്ടായാൽ ഇവരെ ഫയർഫോഴ്സ് എത്തിയാൽ മാത്രമേ താഴത്തേക്ക് എത്തിക്കാൻ കഴിയൂ എന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കുന്നത് തീർച്ചയായിട്ടും അതൊരു സുരക്ഷിതമായിട്ടുള്ള രീതിയല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരം അപകടങ്ങൾ, സാഹസിക വിനോദ പദ്ധതികൾ കയറുമ്പോൾ മതിയായ സുരക്ഷ ഒരുക്കിയതിന് ശേഷമാണ് ആളുകൾ ആ വിശ്വാസത്തിലാണ് ഇതിന്റെ മുകളിലേക്കൊക്കെ കയറുന്നത്. അപ്പോൾ അതില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അനാസ്ഥ തന്നെയാണ്. ഇനിയിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യമാണ്. സംവിധാനം പ്രവർത്തിക്കുന്ന അതിനോട് തൊട്ടുചേർന്ന് തന്നെയാണോ റെസ്റ്റോറന്റ് ഒക്കെ പ്രവർത്തിക്കുന്നതോ മറ്റെവിടെ നിന്നെങ്കിലും ഭക്ഷണം എത്തിച്ച് ആളുകൾക്ക് കൊടുത്ത് അവരെ മുകളിലേക്ക് കയറ്റി അത് കഴിക്കാനുള്ള സൗകര്യം അങ്ങനെയാണോ? ദിവിഷ്, ഇവിടെ റെസ്റ്റോറന്റ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഈ തൊട്ടടുത്ത് ചെറിയൊരു കിച്ചൺ ഉണ്ട്. ആ കിച്ചണിൽ നിന്നുള്ള ഭക്ഷണമാണ് ഈ മുകളിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന് സമീപത്ത് തന്നെ വണ്ടർ വാലി എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ ടൂറിസം പദ്ധതി ഉണ്ട്. അപ്പോൾ അവരുടെ ഭാഗമായിട്ടാണ് ഈ സ്കൈ ഡൈനിങ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ആയിട്ടില്ല, പക്ഷേ ഒരു കിച്ചണുണ്ട്. കിച്ചണിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ അവിടെ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് മുകളിലെ ഡൈനിങ് സംവിധാനത്തിൽ
തരത്തിൽ ഒരുക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കിച്ചന്റെ ഭാഗമായിട്ടുള്ള ഒരു കിച്ചനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ചെറിയ ഓഫീസും അത്തരമൊരു നിർമ്മിതി മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കിയുള്ളത് പ്രവർത്തിക്കുന്നത് ഈ ക്രെയിനിലാണ്. ഈ ക്രെയിനിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ഡൈനിങ് സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ശരി ശരി. ജെയിനിസ് രാജാണ് ആനച്ചാലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അപകടമില്ലാതെ ആളുകളൊക്കെ പുറത്തിറക്കാൻ കഴിഞ്ഞു. 2 വയസ്സൊക്കെയുള്ള കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തി. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ, ഇതിൻ്റെ അനുമതി, ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ പരിശോധന വേണം. ഈ സംവിധാനങ്ങൾ നടന്നു പോട്ടെ, അത് സുരക്ഷിതമായ നിലയിൽ നടന്നു പോകുന്നെന്ന് ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് മട്ടും നടിക്കരുത്. ദയവായി അവരുടെ ജോലി കൂടി അവർ നിർവഹിക്കാൻ.